തൊഴിലാളികൾക്ക് കൂലി വർധനവ് നടപ്പിലാക്കുമ്പോഴും നെല്ലിന്റെ വില വർദ്ധിപ്പിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് നെൽ കർഷകർ. സംസ്ഥാന ബജറ്റിൽ ഇത്തവണയും നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്തതും തിരിച്ചടിയായിട്ടുണ്ട്. ഇതോടെ ക്വിന്റലിന് 95 രൂപയുടെ അധിക ബാധ്യത കർഷകർക്ക് മേൽ ഉണ്ടാക്കുന്നുണ്ട്. 3 വർഷത്തിനു ശേഷമാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് കൂലി വർധനവ് നടപ്പിലാക്കിയത്. സ്ത്രീ തൊഴിലാളികൾക്ക് 650 രൂപയായും പുരുഷ തൊഴിലാളികൾക്ക് 1100 രൂപയായും കൂലി വർദ്ധിപ്പിച്ചു. ഇതോടെ ഒരേക്കറിൽ വിത്തു വിതയ്ക്കുന്നതിനും വളം ഇടുന്നതിനും 1000 രൂപ എന്ന സംഖ്യയിലേക്ക് ചിലവ് ഉയർന്നു. എന്നാൽ ചിലവിന് ആനുപാതികമായി വരവ് ലഭിക്കുന്നില്ല എന്നതാണ് കർഷകർ നേരിടുന്ന വെല്ലുവിളി. നെൽകൃഷി മേഖല കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. നിലവിൽ ഞങ്ങൾക്ക് തരുന്നത് 1 കിലോ നെല്ലിന് 28 രൂപ 20 പൈസയാണ്. അത് അപര്യാപ്തമാണ്. ഞങ്ങൾക്കൊരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് കർഷകർ നിരന്തരം മുറവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം IRC കൂടി കൂലി വർധനവ് വരുത്തിയിരിക്കുന്നത്. നെല്ലിന്റെ വില അവസാനമായി സർക്കാർ കൂട്ടി നൽകിയത് 3 വർഷം മുൻപാണ്. നിലവിൽ 1 കിലോ നെല്ലിന് 28 രൂപ 20 പൈസയാണ് ലഭിക്കുന്നത്. തൊഴിലാളികൾക്കുള്ള സർക്കാർ സഹായം 12 രൂപയും. കാർഷിക മേഖലയിൽ ഇന്ന് ജോലി എടുക്കാനായിട്ട് ആളുകളില്ല. അത് കൂലി കുറവായിട്ടല്ല, യഥാർത്ഥത്തിൽ ആളുകളുടെ ലഭ്യതക്കുറവ് തന്നെയാണ്. കേരളത്തിൻ്റെ തനത് കർഷകരെ, പാവപ്പെട്ട ഈ നെൽ കർഷകരെ വളരെ ദോഷകരമായി ബാധിക്കുകയും കൂടെ ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ കർഷക തൊഴിലാളികൾക്ക് വലിയ ഗുണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അവരെല്ലാവരും തന്നെ NREGA വർക്കേഴ്സായി മാറിക്കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഇതുകൊണ്ടുള്ള ഗുണമുണ്ടാകുന്നത്. അതുപോലും മനസ്സിലാക്കാതാണ് IRCയിൽ ഇരിക്കുന്നവർ ഇതുപോലുള്ള തെറ്റായ നയങ്ങൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ നെല്ലിന്റെ താങ്ങുവിലയിൽ അടക്കം വർധനവ് നടപ്പിലാക്കാത്തത് പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. അടുത്ത മാസം അവസാനത്തോടെ ആരംഭിക്കുന്ന പുഞ്ചകൃഷി വിളവെടുപ്പിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് കുട്ടനാട്ടിലെ കർഷകർ. ന്യൂസ് മലയാളം, ആലപ്പുഴ.